ഞാൻ വന്നത് വളരെ യാദൃശികമായിട്ടാണ്. ശാസ്ത്രജ്ഞ ഇത് തുടങ്ങിയതെന്ന് അറിയുന്നില്ല. ആ കാലത്ത് ഞാൻ മോസ്കോ പഠിക്കുകയായിരുന്നു. മോസ്കോ തിരിച്ചു പോയപ്പോൾ ശാസ്ത്രജ്ഞ പുസ്തകത്തിൻ്റെ ആവശ്യം അവിടുന്ന് ബോധ്യമായിരുന്നു. അതിന് ബോധ്യമായിട്ട് അങ്ങനത്തെ പുസ്തകം തുടങ്ങുന്നതായിട്ട് തിരിച്ചു പോയപ്പോഴാണ് അങ്ങനെ സാധനമുണ്ട് മനസ്സിലായത്. അതിൻ്റെ ആൾക്കാർ PT വാസുദേവൻ, MC എംപിപ്പാട്, ഇതൊക്കെ പരിചയമുള്ള ആൾക്കാരാണ്. അവരുടെ കയ്യിൽ ബന്ധപ്പെട്ടു കൊണ്ടുവരുന്നതായാലും ബന്ധപ്പെട്ടു. 1965 ഒന്ന് അന്ന് അവർക്ക് ഇന്ന് വരെ അയാൾ സജീവമാണ്. പരിശുദ്ധനായിട്ട് അന്ന് പരിശുദ്ധമൊന്നുമില്ല. പരിശുദ്ധം വളരെ ചെറുതാണ്. 30 പേരേ ഉള്ളൂ, 40 പേരേ ഉള്ളൂ. ആകെ 40 പേര് മുഴുവൻ ശാസ്ത്രം മലയാളത്തിൽ പ്രചരിപ്പിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്. അപ്പോൾ ഞാൻ മോസ്കോ വന്നപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നു വെച്ചാൽ അവിടെ പുസ്തകം ഷോപ്പുകൾ വളരെ ഗംഭീരമാണ്. പുസ്തക ഷോപ്പുകളാണ് തീം ഷോപ്പുകളെക്കാൾ കൂടുതൽ. അപ്പോൾ അതേമാതിരിയുള്ള ഒരു ബുക്ക് ഹാബിറ്റ് കേരളത്തിലുണ്ടാവും, ഇന്ത്യയിലുണ്ടാവും. മാത്രമല്ല അവിടുത്തെ കമ്മ്യൂണിസത്തിൻ്റെ പരാജയം അന്നാണ് എനിക്ക് മനസ്സിലായിരുന്നു. കാരണം എന്താ വെച്ചാൽ അന്ന് അവർ ജനങ്ങളെ മാറ്റുന്ന ആളാണ് എഴുതുന്നത്. സമൂഹത്തെ മാറ്റി ജനങ്ങൾക്ക് പാത്രമാക്കാനാണ്. അവർ ജനങ്ങൾ മാറാണ്ട് സമൂഹം മാറില്ല എന്നുള്ള കാര്യം മറന്നിട്ട് അത് ഞാൻ ചെന്ന കാലത്ത് 65 പോയത്. അന്ന് അവിടെ വലിയ ബാനർ ഉണ്ടായിരുന്നു. ജനറേഷൻ വലിയ പറഞ്ഞ കമ്മ്യൂണിസം കമ്മ്യൂണിസത്തിൽ കിടക്കുന്ന ആ സോഷ്യലിസമൊക്കെ കമ്മ്യൂണിസത്തിൽ കിടക്കുന്ന ധാരണ. കമ്മ്യൂണിസം പറഞ്ഞാൽ എല്ലാവരും ആവശ്യമുള്ളത് കിട്ടുന്ന അത് ഇന്ന് വർദ്ധിച്ചവരാണ്. അപ്പോൾ അവർ അവരെന്ന് പറയുന്നത് they will overtake America in everything, and they overtook in all its worst bad thing. അതാണ് ആള് എന്നെ ഞാൻ മോസ്കോയിൽ പോകാൻ കാരണം വെച്ചാൽ 62 ഇയാളെ യുവതികാരനെ അതിന് സ്പുട്നിക്കിൻ്റെ 57 സ്പുട്നിക്ക് പോയപ്പോഴാണ് തീരുമാനിച്ചത് അവിടെ പോയി പഠിക്കണം തീരുമാനിച്ചത്. അങ്ങനെ അതിൻ്റെതായിട്ടാണ് പോയത്. 60 പോയി 60 പോയത് അവിടെ. അത് പോയിട്ട് അവിടുന്ന് അപ്പോൾ അന്ന് വലിയ ഹോപ്പായിരുന്നു സിസ്റ്റത്തിലൊക്കെ. പിന്നെ നോക്കിയപ്പോഴാണ് ആ സിസ്റ്റത്തിന് അപകടങ്ങൾ മനസ്സിലായത്. ഡെമോക്രസി ഇല്ലാത്തതിൻ്റെ അപകടം, പിന്നെ ഡെവലപ്മെൻറ്റിൻ്റെ പേരിലുള്ള കാഴ്ചപ്പാട്. ഡെവലപ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാട് അമേരിക്കയിൽ കടത്തിവിട്ടതാണ്. അപ്പോൾ പുതിയ സമൂഹം ഉണ്ടാക്കാന്നുള്ളതല്ല. അപ്പോൾ ആ കാഴ്ചപ്പാട് തെറ്റാണെന്ന് തോന്നി. അത് പൊളിന്ന് അറിയാമല്ലോ. അത് പൊളിയും ചെയ്തു. ആ ഇത് വെച്ചിട്ട് അത് അങ്ങനെ പൊളിയാണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഡെമോക്രസി എത്തിപ്പെടണം, ജനങ്ങളുടെ ഭാഗത്താണ് വേണം. അത് താഴ്ന്ന മുകളിലേക്കുള്ള ഡെവലപ്മെൻറ്റ് വേണം. താഴ്ത്തേക്ക് മുകളിലേക്ക് ഡെവലപ്മെൻറ്റ് താഴ്ത്ത് ശാസ്ത്രജ്ഞാലും പറ്റില്ല. അങ്ങനെ ശാസ്ത്ര ജനങ്ങൾക്ക് എത്തിക്കണം. അതിനുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് തിരിച്ചു വന്നത്. ആ പ്രസ്ഥാനം അങ്ങനത്തെ പ്രസ്ഥാനം പോലെ ഉള്ളത് കണ്ടപ്പോൾ അതങ്ങ് അതിൽ ജോയിൻ ചെയ്തു. ഞാൻ പോയത് 1960-ലാണ്, 62-ലാണ്. അന്ന് എനിക്ക് 27 വയസ്സായിട്ടുണ്ടാവും. മോസ്കോ പവർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോയത്. മോസ്കോ പവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ അതിന് മുമ്പ് തന്നെ ഞാൻ അന്ന് അറ്റോമിക് വർക്ക് ചെയ്യാണ്, BRC വർക്ക് ചെയ്യാണ്. അപ്പോൾ BRC വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ അന്ന് അറ്റോമികമായിട്ട് വലിയ ഹൈ ഹോപ്സായിരുന്നു എനിക്കുണ്ടായിരുന്നത്. വളരെ ഹൈ ഹോപ്സ്. നാളത്തെ ഊർജ്ജത്തിൻ്റെ ഉറവിടം അതാണെന്നൊക്കെ ധാരണയിലാണുണ്ടായിരുന്നത്.
അദാനിയൊക്കെ പിന്നീട് മാറി, അത് വേറെ കാര്യം. അതിനനുസരിച്ച് അതിൽ ഇവരാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. 1955 ഇവർ ആദ്യത്തെ പൗരസ്ത്രീകൾ വന്നത്. 56 ഇംഗ്ലണ്ടിൽ വന്നത്, 62 അമേരിക്കയിൽ വന്നത്. അപ്പോൾ ആറ്റമിക് എനർജിയിൽ അവർ മുമ്പാണ്. അതുപോലെ സ്പേസ് ട്രാവലിൽ മുമ്പിലാണ്. അപ്പോൾ ടെക്നോളജിയിൽ മുമ്പിലാണ്. അപ്പോൾ അവിടെ പോയി പഠിക്കണം. അമേരിക്കയിൽ പോയി പഠിക്കാനുള്ള ഭാഷയായിരുന്നു. അപ്പോൾ റഷ്യയിൽ പോയി പഠിക്കാനുള്ള ഭാഷയായിരുന്നില്ല. അപ്പോൾ റഷ്യയിൽ പോയി പഠിക്കണമെങ്കിൽ റഷ്യ ഭാഷ പഠിക്കണം. അങ്ങനെ ഭാഷ പഠിക്കാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു ആറ്റമിക്. 3 പേര് ഒരു ഭാഷ പഠിച്ചു. ഭാഷ പഠിക്കാനായിട്ട് അവിടുത്തെ ഇന്ത്യ സോവിയറ്റ് കൾച്ചറൽ സൊസൈറ്റിയിൽ ചേർന്ന് അവിടെ ഭാഷ പഠിച്ചു. പക്ഷേ ഭാഷ 2 കൊല്ലത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ കംപ്ലീറ്റ് ചെയ്ത കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു റഷ്യൻ പുസ്തകം ഇംഗ്ലീഷിൽ പറഞ്ഞു ചെയ്തു. ആറ്റമിക് എനർജിയുടെ ഒരു പുസ്തകം. അത് അന്ന് ഇംഗ്ലീഷിലൊന്നും അവൈലബിൾ ആയിരുന്നില്ല. നല്ല ഏറ്റവും അഡ്വാൻസ് ബുക്കായിരുന്നു. അന്ന് അതിൻ്റെ ഡോളർ വില കോപ്പി ഏകദേശം രൂപയുടെ ഒരു കോപ്പിക്ക് $300. അത് അത്രയ്ക്കൊന്നുമില്ല. പക്ഷെ ആ ഇതിനനുസരിച്ച് ഞാൻ സോവിയറ്റ് യൂണിയനിലെ അവർ $200 ഞാൻ അപേക്ഷിച്ചപ്പോൾ ആദ്യത്തെ തവണ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോർവേഡ് ചെയ്തില്ല. രണ്ടാമത്തെ തവണ ഫോർവേഡ് ചെയ്തു. രണ്ടാമത്തെ തവണ ഫോർവേഡ് ചെയ്തപ്പോൾ ഞാൻ 3 പേരെ അവർ ഗവൺമെൻറ് അവർ തീരുമാനിച്ചു. ഒരാൾ ഞാനും, ഒരാൾ 2 പേർ പറയും. ആ 2 പേര് അപ്ലൈ ചെയ്തുള്ള വിഷയങ്ങൾ അവർക്ക് സമ്മതമല്ല. അതുകൊണ്ട് അവർ പോയില്ല. എൻ്റെ വിഷയം അവരെടുത്തു. അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് അറ്റോമിക് പവർ സ്റ്റേഷൻ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ മോസ്കോ പവർ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരാണ് പോയത്. 1962 ഒക്ടോബറിൽ അങ്ങനെയാണ് ആദ്യം പോയത്. അതിൻ്റെ ഭാവി ഫലങ്ങളെ പറ്റിയുള്ള 1962 പബ്ലിഷ് ചെയ്ത പുസ്തകം. അത് 65 ഞാൻ വായിച്ചത്. പവർ സെൻട്രൽ പവർ എന്ന് പറഞ്ഞിട്ട്, പവർ സെൻട്രൽ പവറും പോപ്പുലേഷൻ കൺട്രോൾ ത്രൂ ന്യൂക്ലിയർ പൊല്യൂഷൻ 2 വായിച്ചപ്പോൾ അതിനെന്തൊക്കെ അറ്റമിക് ആൾക്കാർ പുറത്തു പറയുന്ന സാധനങ്ങൾ മുഴുവൻ ശരിയല്ല. ശരിയായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പുറത്തു പറയുന്നില്ല മനസ്സിലായത്. അതിൻ്റെ അപകടങ്ങൾ മുഴുവൻ പുറത്തു പറയുന്നില്ല മനസ്സിലായത്. അതിൻ്റെ അപകടങ്ങളെ പഠിച്ച് കുറേ കഴിയുമ്പോഴേക്കും അത് ബോധ്യമായി അത് നടക്കില്ല. അതിൻ്റെ അപകടങ്ങൾ കൂടുതലാണ് എന്ന് മനസ്സിലാവുകയും ക്രമേണ അതിൽ താല്പര്യം കുറയുകയും ചെയ്തു. അങ്ങനെയാണ് വന്നത്. ഞാൻ അന്നൊക്കെ ഇവിടെ തന്നെയാണ്, നാട്ടിലാണ്. ഞാൻ 75 വന്നു. 86 ചെർണോബിളിൽ. അപ്പോൾ ചെർണോബിളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ അതൊക്കെ ഉണ്ടാകാമെന്നുള്ളത് അറിയാമായിരുന്നു. ചെർണോബിളിൽ അങ്ങനെ ഒന്നുമില്ല. ആ ഒരു അപകടം ഉണ്ടാകുന്നു, അപകടം ഉണ്ടായ ഭവിഷ്യത്ത് വളരെ ഭീകരമാണെന്ന് അറിയാമായിരുന്നു. അത് ക്രമേണ നോക്കിയപ്പോൾ അറ്റമിക് പവർ സ്റ്റേഷൻ അപകടമൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുണ്ടല്ലോ, അതെങ്ങനെയും കുന്നുകൂടും. അത് കുന്നുകൂടുമ്പോൾ ലോകത്തിലെ ആകെ ആറ്റമിക് ടെസ്റ്റിലൊക്കെ വളരെ കൂടുതലാണ് റിയാക്ടറിലുണ്ടാകുന്നത്. അവർ മാറിയിട്ടൊന്നുമില്ല. ആരും മാറിയില്ല. ജനറലി അഭിപ്രായം എല്ലാവരും അന്ന് തന്നെയാണ്. ഇത് എല്ലിൻ്റെ അപകടമുണ്ട്, ഇതിൻ്റെ അപകടമുണ്ട്. വളരെ മെച്ചമുണ്ടെന്ന നാട്ടിലാണ്. പിന്നെ അതിലുള്ള സ്വാർത്ഥതാല്പര്യവും ഉണ്ടാവും. അതായത് അതിൽ താല്പര്യമുള്ള അതിലത്തെ ഇൻട്രസ്റ്റുള്ള ആൾക്കാർക്ക് അവരുടെ പ്രൊമോഷൻ, അവരുടെ ശമ്പളം, അവരുടെ വരുമാനമൊക്കെ വർദ്ധിക്കണമെങ്കിൽ തൊഴിലാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ മറ്റേ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യും. എൻ യു ഷവാറിൽ PT ഭാസ്കർ പഠിക്കുന്നത്,
ആ കോന്തി എന്ന് പറയുന്നത് എം.എൻ. സുബ്രഹ്മണ്യൻ, ഇങ്ങനെ പല തരത്തിൽപ്പെട്ട ആൾക്കാർ, അവരൊക്കെ സയൻസ് എഴുതുന്ന ആൾക്കാരാണ്. അവർ ഒരിക്കൽ സാഹിത്യ പരിഷത്തിൻ്റെ 57 വർഷത്തിൽ 57 നടന്ന ഒറ്റപ്പാലത്ത് നടന്ന വർഷത്തിൽ ഇവരൊക്കെ എഴുത്തുകാരാണ് എനിക്ക് വന്നപ്പോൾ അവർ കൂടി നമ്മൾ വെറും എഴുത്തുകാരല്ല, ശാസ്ത്രത്തിൻ്റെ എഴുത്തുകാരല്ലേ, നമുക്കൊരു സംഘടന ഉണ്ടാക്കണ്ടേ, നമുക്ക് പ്രസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രസ്ഥാനം ഉണ്ടാക്കിയവർ. അതിൻ്റെ പേരാണ് ശാസ്ത്ര സാഹിത്യ സമിതി പറയുന്നത്. അത് രൂപം കൊണ്ട് അതിൻ്റെ സെക്രട്ടേറിയറ്റ് PTP ആയിരുന്നു. PTPക്ക് 2 കൊല്ലം 5-6 മാസം കഴിയുമ്പോഴേക്കും മുണ്ടശ്ശേരി പക്ഷേ പ്രൈവറ്റ് സെക്രട്ടേറിയറ്റ് പോട്ടൊക്കെ അതങ്ങ് നടന്നു, ഇല്ലാണ്ടേ. പിന്നീട് ആദ്യം ആ ആശയം പുനരുദ്ധരിച്ചിട്ടുള്ള ഇതുണ്ടാക്കിയത്, ഒരു സംഘടന ഉണ്ടാക്കിയത്. ആ സംഘടന പ്രധാന ലക്ഷ്യം വെച്ചാൽ ശാസ്ത്ര സാഹിത്യം പ്രചരിപ്പിക്കുക മാത്രമായിരുന്നു. പരിശുദ്ധ എഴുതിയുണ്ട്. അന്ന് പരിശുദ്ധ പറഞ്ഞാൽ 1962-ലാണ് പരിശുദ്ധ തുടങ്ങിയത്. ഞാൻ പോയ കൊല്ലാണ്. ഞാൻ പോയ ആഗസ്റ്റിലാണ് പോയത്. ഞാൻ സെപ്റ്റംബറിൽ പോയത്, ആഗസ്റ്റിലാണ് തുടങ്ങിയത്. അന്ന് എനിക്ക് അറിയണമായിരുന്നു. പിന്നീട് അറിഞ്ഞു. പിന്നീട് നോക്കിയപ്പോൾ ഞാൻ വന്ന സമയത്ത് പരിശുദ്ധ പറഞ്ഞാൽ 40 പേര് 40 പേരുണ്ടാവും. 40 പേര് എഴുത്തുകാരാണ് മുഴുവൻ. അപ്പോൾ ഞാനും എഴുത്തുകാരനായിരുന്നു. മോസ്കോ എന്നൊക്കെ ഞാൻ ലേഖനം എഴുതിയിട്ട് എഴുത്തുകാരുടെ കൂട്ടത്തിൽ പോയിട്ട് അങ്ങനെ ആളുകളെ കിട്ടി പരിശുദ്ധ പങ്കാകാൻ. അങ്ങനെ അന്ന് 10-30 പേരെ കേരളത്തിലാകെ 40 അംഗങ്ങളുണ്ടാവും. എന്താണ് അന്ന് അങ്ങനെയായിരുന്നു. പക്ഷേ പതുക്കെ PT വർഗങ്ങളാണെന്ന് പറയുന്നത് അതിൻ്റെ അംഗത്വം കുറച്ചുകൂടി വലുതാക്കണം എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രത്തിൽ താല്പര്യമുള്ള എല്ലാവർക്കും അംഗമാകാൻ തുടങ്ങി. പിന്നെ ശാസ്ത്രബോധം വളർത്തുക എന്നുള്ള ഐഡിയ വന്നു. അപ്പോൾ അതും കൂടി വന്നപ്പോഴേക്കും ധാരാളം ആൾക്കാരായി. അങ്ങനെ 1946 ഞാൻ ബോംബെയിൽ ബ്രാഞ്ച് സ്ഥാപിച്ചു. ഇവിടെ 65 ഞാൻ തിരിച്ചു വന്നത്. 66 ബോംബെയിൽ സ്ഥാപിച്ചു. അപ്പോൾ അഖിലേന്ത്യാ പ്രസ്ഥാനത്തിലേക്കുള്ള ഒരു കാൽവയ്പ്പായിരുന്നത്. അതുപോലെ ശാസ്ത്ര സാഹിത്യ മലയാളം ബോംബെ എന്നാണ് പേര്. അത് മാത്രമല്ല അവിടെ മലയാളം ബോംബെ, പിന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, ഇതിനൊക്കെ ഗുജറാത്തി, ഈ ഭാഷകളിലൊക്കെ സ്ഥാപിച്ചു. ഒക്കെ BRC-യിലാകുമ്പോൾ അവിടെ കോൺസെൻട്രേഷൻ ഓഫ് സയൻറ്റിസ്റ്റ് ഉണ്ട്, എല്ലാ ഭാഷയിൽ നിന്നുള്ളവർക്ക്. അവരോരോരുത്തരെ വിളിച്ചു കൊടുത്ത് ഇങ്ങനൊരു ഐഡിയ വന്ന് നമ്മുടെ രാജ്യത്തിൽ ശാസ്ത്രം, നമ്മുടെ ഭാഷയിൽ ശാസ്ത്ര പ്രസ്ഥാനം ഉണ്ടാവണം. അതിൻ്റെ ആവശ്യം അതിന് താല്പര്യമുള്ള കുറേ ആൾക്കാർ വന്നു. അങ്ങനെ അതിൽ വന്ന പഞ്ചാബി ഭാഷയുടെ പ്രതിനിധിയായിട്ട് അന്ന് എൻ്റെ ഞാൻ വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിലാണ് വന്നത് യശ്പാലാണ്. കന്നഡയുടെ ഭാഷയായിട്ട് MR ശ്രീനിവാസൻ. 67 ഇവിടെ വെച്ചിട്ട് തൃശ്ശൂർ വെച്ചിട്ട് അതിൻ്റെ ഭാഷയുണ്ടായി. ആ ഭാഷത്തിൽ വെച്ചിട്ടാണ് അതിന് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നത് പരിഷത്തിന്. ആ ഭരണഘടന ഉണ്ടാക്കിയത് നമ്മുടെ ബോംബെ ഭരണഘടനയുടെ പരിഷത്തിൻ്റെ ഭരണഘടന അടിസ്ഥാനത്തിലാണ്. അത് നേരത്തെ രജിസ്റ്റർ ചെയ്തു. അതുപോലെ ഒരു ഭരണഘടന ഉണ്ടാക്കി. അങ്ങനെയാണ് യൂണിറ്റ് സമ്പ്രദായം. പരിഷത്തിന് എല്ലാവർക്കും യൂണിറ്റ് ഉണ്ടാവണം, താല്പര്യമുള്ളവർക്കൊക്കെ മെമ്പറാവണം എന്നൊക്കെ പറഞ്ഞിട്ട്. മാത്രമല്ല ശാസ്ത്രസാഹിത്യത്തിന് അതിൻ്റെതായ പ്രസിദ്ധീകരണം വേണമെന്ന് പറഞ്ഞിട്ട് ശാസ്ത്രഗതിയുള്ള പ്രസിദ്ധീകരണം തുടങ്ങി. അതിന് ബോംബെയിലാകുമ്പോൾ ധാരാളം ശാസ്ത്രജ്ഞന്മാരെ കിട്ടും, ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളെ. അവരെ വിളിച്ചു കൂട്ടി അവർക്ക് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ കൊണ്ട് ലേഖനം എഴുതിക്കുക, അവരെ കൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അതിന് അങ്ങനെ 100 സബ്സ്ക്രിപ്ഷനും 4 ബന്ധങ്ങളും കൂടിയിട്ടാണ് ആദ്യം ശാസ്ത്രഗതിക്ക് ബോംബെ നയിച്ചത്. അങ്ങനെ ശാസ്ത്രഗതി തുടങ്ങി. പിന്നെ ശാസ്ത്രകേരളം യൂണിറ്റ് തുടങ്ങി. അതൊക്കെ പിന്നെയാണ് പതുക്കെ വളർന്നു. യൂണിറ്റ് ആദ്യത്തെ യൂണിറ്റായിട്ട് ഷൊർണൂറാണ് ബ്രാഞ്ചായിട്ട്. പിന്നെ പല യൂണിറ്റുകളായി പിന്നെ ജില്ലാ കമ്മിറ്റിയായി. ജില്ലാ കമ്മിറ്റി നടന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പതുക്കെ വളർന്നിട്ട് പിന്നീട് 60-70 അംഗങ്ങൾ
സംഘടനയിൽ വളർന്നത്. അടിത്തറയില്ലാന്ന് പറയാൻ പറ്റില്ല. ഈ തരത്തിലുള്ള അടിത്തറ മാത്രമേ ഉള്ളൂ. ബംഗാളിൽ ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലൊക്കെ ഉണ്ട്, എല്ലായ്ക്കും ഉണ്ട്. എല്ലായ്ക്കും പരിഷത്തിൻ്റെ തരത്തിലുള്ള സംഘടനകളുണ്ട്. ഇപ്പോൾ ആ പരിഷത്തിലുള്ള തരത്തിലുള്ള സംഘടനകൾ ഉണ്ടാക്കാൻ നേരിട്ട് പിന്നെ മുൻകൈ എടുത്ത പരിഷത്താണ്. പരിഷത്ത് ശാസ്ത്രകലാശാല വെച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പോകുന്നുണ്ടായി. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് അവിടെയൊക്കെ പരിഷത്ത് ഉണ്ടാക്കാന്നുള്ള അതുണ്ടാക്കിയ എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട് പരിഷത്ത്. അത് തമിഴ്നാട് സയൻസ് ഫോറം, കർണാടകത്തിൽ കന്നഡ രാജ്യ പരിഷത്ത്, അങ്ങനെ പിന്നെ തെലുഗു, ആന്ധ്രയിൽ ശാസ്ത്ര തെലുഗു, ബോംബെ, അവർക്ക് ശാസ്ത്രം എന്നാണ് ഇഷ്ടം. അങ്ങനെ ഓരോ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിന് 1986 ആലോചിച്ചിട്ട് ഒരു അഖിലേന്ത്യാ ജാഥ ആലോചിച്ചു. ശാസ്ത്രത്തിൻ്റെ പ്രധാനമന്ത്രി ജനവിജ്ഞാന ജാഥ പറഞ്ഞത്, ജനവിജ്ഞാന ജാഥ പറഞ്ഞു. 1987 നടന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലായ്ക്കും ഇതേമാതിരി പരിപാടികളുണ്ടായി. അങ്ങനെ വന്നപ്പോൾ പൊതുവെളിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഈ ശാസ്ത്ര കലാശാഖ എന്നുള്ള മാധ്യമത്തോടെയാണ് അഖിലേന്ത്യാ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അതിൻ്റെ ആദ്യത്തെ പ്രസ്ഥാനം എന്ന് പറയുന്നത് സാക്ഷരതാ പ്രവർത്തനമാണ്. സാക്ഷരതാ പ്രവർത്തനത്തിലായപ്പോഴേക്കും പരിഷത്ത് പറഞ്ഞാൽ തൊഴാൻ തയ്യാറുള്ള ആൾക്കാർ, പരിഷത്തെ അത്രയും ബഹുമാനിക്കുന്ന ആൾക്കാർ എല്ലാ രാജ്യത്തും ഉണ്ടായിരുന്നു. ആകെ 350 ജില്ലകളിൽ പരിഷത്തിൻ്റെ അറിയാൻ പറ്റും. അതുപോലെ 350 ജില്ലകളിലെത്തി. 350 ജില്ലകൾ ഒക്കെ കൂടിയിട്ട് 1.5 കോടി പ്രവർത്തകരെ നമ്മൾ സജ്ജീകരിച്ചു. ഇതിന് സാക്ഷരതയ്ക്ക് വേണ്ടിയിട്ട് ആ 1.5 കോടി 1 കോടി ആൾക്കാരും പരിഷത്തിനെ പറ്റി കേട്ടുള്ളതായിരിക്കും അന്ന്. അതുമാതിരി തന്നെ 20 കോടിയോളം ആൾക്കാരെ സാക്ഷരരാക്കി, സാക്ഷരതാ ക്ലാസ്സുകളിലേക്ക് എത്തിച്ചു. സാക്ഷരരാക്കി എന്ന് പറയണ്ട, സാക്ഷരതാ ക്ലാസ്സുകളിലേക്ക് എത്തിച്ചു. ആ തരത്തിലുള്ള വലിയൊരു പ്രസ്ഥാനം, ജനകീയ പ്രസ്ഥാനം. അങ്ങനെയാണ് ജനകീയ കൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാത്തിലെത്തി, എല്ലാ വില്ലേജിലെത്തി. ആ വില്ലേജിൽ, പക്ഷെ ആ വില്ലേജിലെത്തി അതിനെ മുന്നോട്ട് പോകാൻ അവിടെ നിന്ന് സാധിച്ചില്ല. ഇവിടെയാണ് പിന്നെ അതിൻ്റെ ഫലം ഉണ്ടായിട്ടുള്ളത്. 1990 മുതൽ 2000 വരെയുള്ള 10 കൊല്ലത്തിൽ. അത് ശുദ്ധ അവധാനമാണ്. അത് വളരെ കാലമായിട്ടുള്ള ആലോചനയാണ്. ഈ തെറിയിൽ പാർട്ടിക്കാരല്ല. പിന്നെ ഞാൻ ഇത് വന്നതിന് ശേഷമാണ് പാർട്ടിയിൽ പോയത് തന്നെ. പക്ഷെ ഞാനൊരു പ്രധാന നേതാവാകുമ്പോൾ നേതാവിൻ്റെ നേതാവിൻ്റെ ഇതൊക്കെയാണ് ബാക്കിയുള്ളവർക്ക് തുടങ്ങിയിട്ട് ആരോപണമാണ് ഉണ്ടായിരുന്നത്. അതിന് സി പി എമ്മിൻ്റെ കാഴ്ചപ്പാടിനെ എതിർത്ത് പല കാഴ്ചപ്പാടുകളുണ്ട്. സൈലന്റ് വാലി ആയാലും മുല്ല, അങ്ങനത്തെ ഏത് ഇതായാലും സി പി എമ്മിൻ്റെ കാഴ്ചപ്പാടായിട്ട് എതിർത്തുള്ള പല ഇതുകളുണ്ട്. സി പി എമ്മിൻ്റെ ഒരു ഭാഗം എന്നുള്ള ധാരണ ഒട്ടും ശരിയല്ല.